ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അടിപൊളി ഉണക്ക ചെമ്മീൻ റോസ്റ്റ് ആയിട്ടാണ്. ഈ റോസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല. ഇതിനു വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് ഉണക്കമുളകാണ്, പിന്നെ 3 ഉള്ളി. ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആ ഉണക്കമുളകും ഉള്ളിയും കൂടി പിന്നെ അതിലൊരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ചതച്ചെടുത്തേക്കുന്നതാണ്. നമ്മളത് കല്ലിലാണ് ചതച്ചെടുത്തേക്കണേ. അത്യാവശ്യം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. പിന്നെ നമ്മൾ ചെമ്മീനാണ് എടുത്തേക്കുന്നത്, ഉണക്ക ചെമ്മീൻ. അത് നമ്മൾ അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് നമ്മൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ട് വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുക്കാം. നമ്മൾ അധികം സമയമൊന്നും വെള്ളത്തിൽ ഇട്ട് വെക്കരുത്, കാരണം ചെമ്മീൻ പെട്ടെന്ന് കുതിർന്നു പോകും. ജസ്റ്റ് അതിലെ അഴുക്കൊക്കെ പോകാനായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച്, അതായത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നിങ്ങൾ എന്തോരം ക്വാണ്ടിറ്റി ചെമ്മീനാണ് ഉപയോഗിക്കണേ അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു 10-15 മിനിറ്റ് അതൊന്ന് അതിൽ മിക്സ് ആവാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോണത്. അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടാക്കാം. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. കോക്കനട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെമ്മീൻ നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ലോ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. കാരണം ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുവിധം നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കണം നമ്മുടെ വറ്റൽമുളകും ഉള്ളിയും ഉപ്പും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചേർത്ത് കൊടുത്തിട്ടും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ മുളകിൻ്റെയും ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. അതുവരെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണക്ക ചെമ്മീൻ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റണ നല്ലൊരു വിഭവമാണ്. നമുക്കിത് കഞ്ഞിയുടെ കൂടെ ആയാലും ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു സൈഡ് ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു റോസ്റ്റാണിത്. ഉണക്കച്ചെമ്മീൻ നമുക്ക് പല ടൈപ്പിലും റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് തേങ്ങയിട്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും, സവാളയിൽ മാത്രമായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇതൊരു വ്യത്യസ്ത തരം റോസ്റ്റിംഗ് ആണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വിഭവം കൂടിയാണിത്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.